നമുക്കിന്ന് സംസാരിക്കാനുള്ളത് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്. GST വന്നിട്ട് ഇപ്പോൾ 7 കൊല്ലമായെങ്കിലും പലർക്കും GST രജിസ്ട്രേഷൻ ആർക്കാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അധികം ധാരണയില്ല. അപ്പോൾ ആർക്കാണ് ബേസിക്കലി GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? കച്ചവടക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ, ആനുവൽ ടേൺ ഓവർ, അതായത് ഒരു കൊല്ലത്തിൽ 40 ലക്ഷത്തിൽ കൂടുതൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കാണ് നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. സർവീസ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ, കച്ചവടമല്ലാതെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിന് മീതെ ഒരു കൊല്ലം ടേൺ ഓവറുള്ള ആൾക്കാർക്കാണ് സർവീസ് മേഖലയിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, ബാക്കിയുള്ളവർക്ക് വോളണ്ടറി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാറ്റഗറിയിലാണ് ബാക്കിയുള്ള ആൾക്കാർ വരുന്നത്. സോ കച്ചവടക്കാർക്ക് 40 ലക്ഷവും സർവീസ് മേഖലയിലുള്ളവർക്ക് 20 ലക്ഷവുമാണ് GST ലിമിറ്റ്. ഇത് കൂടാതെ പല ആൾക്കാർക്കും നിർബന്ധമായിട്ടും അവർ കച്ചവടം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസ് തുടങ്ങുമ്പോൾ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഓൺലൈൻ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഓൺലൈൻ വഴി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ഈ ടേൺ ഓവർ ലിമിറ്റ് ബാധകമല്ല. അതേപോലെ തന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നൊരു കാറ്റഗറി ഉണ്ട്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം, ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് എക്സിബിഷന് ഒരു സ്റ്റാൾ ഇടണം, ആ എക്സിബിഷന് സ്റ്റാൾ ഇടാൻ വേണ്ടി മാത്രം ആയിട്ട് അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സാഹചര്യമാണ്. ടെമ്പററി രജിസ്ട്രേഷൻ പോലെ അവർക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും നിർബന്ധമായിട്ടും ഇൻസ്പൈറ്റ് ഓഫ് ദി ടേൺ ഓവർ ലിമിറ്റ്സ് അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യത ഉണ്ട്.